ആരോഗ്യം അമൂല്യം. ആസ്മയും COPDയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു താമരശ്ശേരി കട്ടിപ്പാറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K. പ്രവീൺ. മനുഷ്യ ശരീരത്തിൽ പുറംലോകവുമായി ഏറ്റവുമധികം ബന്ധമുള്ള അവയവമാണ് ശ്വാസകോശം. അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും വായുമലിനീകരണം മൂലവും പുകവലി മൂലവുമെല്ലാം ഏറ്റവുമധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന അവയവമാണ് ശ്വാസകോശം. ഇതുമൂലം ആസ്മ, COPD, ന്യൂമോണിയ, ക്ഷയം പോലുള്ള രോഗാവസ്ഥകൾ ശ്വാസകോശം കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നു. ശ്വാസകോശ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആസ്മ. ശ്വാസതടസ്സം അഥവാ ശ്വാസമുട്ട് തന്നെയാണ് ആസ്മയുടെയും COPDയുടെയും പ്രധാന ലക്ഷണം. ശ്വസന വ്യവസ്ഥയിലുണ്ടാകുന്ന നീർവീഴ്ച കാരണം ശ്വസനകോശങ്ങളിൽ ഉയർന്ന പ്രതിപ്രവർത്തനം ഉണ്ടാവുകയും ചുമ, നെഞ്ചിന് ഭാരം, ശ്വാസമുട്ടൽ, ശബ്ദത്തോടു കൂടിയ ശ്വാസോച്ഛ്വാസം, രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുക എന്നീ ലക്ഷണത്തോടെ പ്രകടമാകുന്നതാണ് ഈ രോഗാവസ്ഥകൾ. ആസ്മ പ്രധാനമായും അലർജി കാരണമാണ് കാണപ്പെടുന്നത്. പൊടി, അന്തരീക്ഷ മലിനീകരണം, ചില ആഹാരങ്ങൾ, ചൂടേറിയതും ഈർപ്പമേറിയതുമായ അന്തരീക്ഷം, ചില വളർത്തുമൃഗങ്ങളുടെ രോമങ്ങൾ, പൂമ്പൊടികൾ, അമിതവണ്ണം, അമിത കായികാധ്വാനം, വൈകാരിക സംഘർഷം ഇവയെല്ലാം ആസ്മയ്ക്കു കാരണമാകാം. ആസ്മയുടെ കൂടെ നാം മനസ്സിലാക്കേണ്ട രോഗാവസ്ഥയാണ് COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ശ്വാസനാളികൾ ചുരുങ്ങുകയും പലയിടത്തും അടവ് വരികയും ചുമയും ശ്വാസമുട്ടലും ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് COPD. COPDയിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന അവസ്ഥയും എംഫിസീമ എന്ന അവസ്ഥയും കാണാം. ചുമയും കഫക്കെട്ടുമായി ദീർഘകാലം നിൽക്കുന്ന രോഗലക്ഷണങ്ങൾ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ കാണുമ്പോൾ ശ്വാസമുട്ടൽ എന്ന പ്രധാന ലക്ഷണമാണ് എംഫിസീമ എന്ന രോഗത്തിൽ കാണുന്നത്. ഈ ലക്ഷണങ്ങൾ രോഗാവസ്ഥയനുസരിച്ച് വ്യത്യസ്തപ്പെട്ടും കാണുന്നുണ്ട്. COPDയുടെ മുഖ്യ കാരണം പുകവലിയാണ്. പുകവലിക്കുന്നവർ പുറത്തേക്ക് വിടുന്ന പുക ശ്വസിക്കുന്ന പാസീവ് സ്മോക്കേഴ്സും ഇതിൽ ഉൾപ്പെടുന്നു. വായുമലിനീകരണം, അടുക്കളയിൽ സ്ഥിരമായി പുകയടുപ്പിൻ്റെ ഉപയോഗവും ഇതിന് കാരണമാകാം. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസമുട്ടൽ, കിതപ്പ് തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ശ്വാസമുട്ടൽ കൂടുതലാകുമ്പോൾ നഖങ്ങളിലും നാവിലും നീല നിറം വരുന്നതും മുഖത്തും കാലിലും നീര് വരുന്നതും രോഗം വളരെ മൂർച്ഛിച്ചതിൻ്റെ ലക്ഷണമാണ്. പല രോഗലക്ഷണങ്ങളും ആസ്മയിലും COPDയിലും സമാനമാണ്. ചുമയും ശ്വാസമുട്ടലും രണ്ട് രോഗാവസ്ഥകളിലും കാണുന്നു. പ്രധാന വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ COPDയുടെ മുഖ്യ കാരണം പുകവലിയും ആസ്മയുടേത് അലർജിയുമാണ്. COPDയിൽ രോഗലക്ഷണം മിക്കപ്പോഴും കാണുന്നു. ആസ്മയിൽ ലക്ഷണങ്ങൾ രോഗകാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടവിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. COPD പൊതുവെ മധ്യവയസ്കരിലാണ് കാണുന്നത്. ആസ്മ കുട്ടിക്കാലത്തെ ആരംഭിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. COPDയുടെ പൂർണ്ണ ശമനം പ്രയാസമാണ്. എന്നാൽ ആസ്മ പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ്. രോഗനിർണയത്തിനായി സ്പൈറോമെട്രി ടെസ്റ്റ്, എക്സ്റേ, സ്കാൻ, രക്തപരിശോധനകൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആയുർവേദ ചികിത്സയും യോഗയും പ്രാണായാമം എന്നിവയും കൃത്യമായി ശീലിക്കുക വഴി ഈ രോഗാവസ്ഥ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. രോഗിയുടെ ദഹനവ്യവസ്ഥ ആരോഗ്യപൂർണ്ണമാക്കിയ ശേഷം സ്നേഹപാനം, വമനം, വിരേചനം, ഔഷധസേവ, രസായന ചികിത്സ എന്നിവ വഴി ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കാം. കൂടാതെ ശ്വാസകോശത്തിന് ആരോഗ്യം പകരുന്നതിനായി കൃത്യമായി യോഗയും പ്രാണായാമവും ശീലിക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ആസ്മ പോലുള്ള അലർജി രോഗങ്ങളിൽ നിന്നും ആയുർവേദ രീതിയ പൂർണ്ണമായി രോഗവിമുക്തി നേടാവുന്നതാണ്. ലഘുവായതും എളുപ്പം ദഹിക്കുന്നതും അലർജി ഉണ്ടാക്കാത്തതുമായ ആഹാര പദാർത്ഥങ്ങൾ ശീലിക്കേണ്ടതാണ്. വറുത്തതും പൊരിച്ചതും ബേക്കറി സാധനങ്ങളും തണുത്തതും ജ്യൂസുകളും ഐസ്ക്രീമുകളും ക്രമീകരിക്കേണ്ടതാണ്. അമിതമായ എരിവ്, പുളി, ഉപ്പ്, മധുരം എന്നീ രസമുള്ള ആഹാരങ്ങൾ ശീലിക്കാതിരിക്കുക. ദഹനശക്തിക്കനുസരിച്ച് ആഹാരം കഴിക്കേണ്ടതാണ്. കൃത്യസമയത്തുള്ള ആഹാരശീലമാണ് ഉത്തമം. തല കുളിക്കുന്നത് കഴിവതും രാവിലെയാക്കുക. നീരിറക്കം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധം സേവിക്കുക. വ്യായാമം, യോഗ, പ്രാണായാമം ഇവ ശീലമാക്കുക. ആസ്മയും COPDയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ K. പ്രവീൺ.